ഒരു ഇന്ത്യൻ ഇന്ധന കപ്പൽ അത് ചൈനയുടെ തീരത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി വലിയ ആശങ്കകൾ നിറയുന്നു. ശരിക്കും ഇത് ആശങ്കയ്ക്ക് വകയുണ്ട്, പ്രത്യേകിച്ച് ഈ പറയുന്ന ഉപരോധങ്ങളുടെ കാലത്ത്, പ്രശ്നങ്ങളുടെ കാലത്ത്, പ്രതിസന്ധികളുടെ കാലത്ത്. എന്താണ് ശരിക്കും ഈ നീക്കത്തിന് പിന്നിൽ? അത് ഒരു ഇന്ധനഷിപ്പ് എന്ന് പറഞ്ഞത് കറക്റ്റാണ്. ഇന്ധനഷിപ്പ് എന്തിനാണോ പോവുക, സാധാരണ എന്തിനാണോ പോവുക, അതിനെ കൊണ്ട് തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സത്യത്തിൽ അങ്കലാപ്പ് ഉണ്ടാകുന്നത് യു എസിനാണ്. കാരണം ഇതുവരെയും യു എസ് ശ്രമിച്ചുകൊണ്ടിരുന്നത്, മുൻ പ്രസിഡന്റുമാരെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നത് റഷ്യയും ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ കൈകോർക്കലുകൾ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ ചെയ്ത് തന്നിട്ടുള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത് പരസ്പരമുള്ള എന്താ പറയുക, ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങളും അതെല്ലാം എന്ത് ഡീലിങ്സിലാണോ പ്രശ്നങ്ങളുള്ളത് അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് ഒരുമിച്ച് പോകാനുള്ള ഒരു വഴി ഒരുക്കി തന്നു. സത്യത്തിൽ അതിന് ട്രംപിനോട് 3 രാജ്യങ്ങളും നന്ദി പറയണം എന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ചൈനയുമായിട്ടുള്ള പല പ്രശ്നങ്ങളുമുണ്ട്, നമുക്കറിയാം. അതെല്ലാം തന്നെ മഞ്ഞുരുകലിൻ്റെ ഒരു വക്കിലാണ്. ഇനിയിപ്പോൾ 31-ാം തീയതി മറ്റോ തോന്നുന്നു മോദി ചൈനയിലേക്ക് പോകുന്നു. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ്, പ്രത്യേകം ക്ഷണിച്ചതാണ് ഷീ ജിൻപിങ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും ചർച്ച പുറമേക്ക് അതല്ലാതെ തന്നെ ചർച്ച നടക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഇനി നമുക്കറിയാം, ജിയോ പൊളിറ്റിക്സിൽ പ്രത്യേകിച്ച് സ്ഥിരമായിട്ടൊരു സുഹൃത്തുക്കളൊന്നുമില്ല, അനുനിമിഷം മാറി മറിയുന്നതാണ്. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ടും വരുന്നത് രാജ്യ താല്പര്യങ്ങൾ മാത്രമാണ്. ഒരു മനുഷ്യൻ്റെ വ്യക്തി താല്പര്യം എന്നുള്ളത് എന്തായിരിക്കും പുറമേക്ക് ജിയോ പൊളിറ്റിക്സിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ട്രംപിൻ്റെ ഇടപെടലുകൾ കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് സ്വാഭാവികമായി അതങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ചൈനയുമായിട്ട് വളരെ ക്ലോസ് റിലേഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഷിപ്പ് എന്തുകൊണ്ട് പോയി എന്നുള്ളതാണെങ്കിൽ നമുക്കറിയാം, ഇന്ത്യയിൽ എണ്ണ ഖനനമൊന്നും നടക്കുന്നില്ല. പക്ഷേ ഇന്ത്യ ഏറ്റവും വലിയൊരു എണ്ണ വ്യാപാരിയാണ് ഇന്ന്. നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് എണ്ണ കൊണ്ടുവരികയും നമ്മളത് ഈ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇതെല്ലാം ശുദ്ധീകരിച്ച് വിവിധ തലങ്ങളിലേക്ക് എത്തിച്ച് നമ്മളത് വിൽക്കുകയാണ്. ഇവരിത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്, 2 കൈ നീട്ടി വാങ്ങുന്നുണ്ട്. എന്നിട്ടാണ് അവസാനം നമുക്ക് ഉപരോധം ഏർപ്പെടുത്തി തന്നത്. ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു, നയാര എനർജീസിന്. ഇത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു സംരംഭത്തിൽ ഒരുമിച്ചുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണത്. അപ്പോൾ 49% റഷ്യയുടെ ഒരു പങ്കാളിത്തമാണ് അതിലുള്ളത്. ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇന്ത്യയുടെ ആ ഒരു കമ്പനിക്ക് ഉപരോധം അടിച്ചു തന്നത്. അപ്പോൾ ഈ പെട്ടെന്നൊരു ദിവസം ഒരു ഉപരോധം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മളൊരു കാര്യം ചെയ്യാൻ മുതിരുന്നതിനേക്കാൾ മുമ്പ് നമുക്കൊരു കാര്യം വരുമ്പോൾ ആ വിടവ് നമ്മളെ എങ്ങനെ നികത്തുമെന്ന് നോക്കുന്നുണ്ട്. അവിടെയും സത്യത്തിൽ നമുക്ക് ഈ ട്രംപിൻ്റെ ഒരു രീതി ഗുണം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഈ നയാരയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുന്ന സമയത്ത് നയാര എന്ന് പറയുന്ന കമ്പനിയുടെ ഈ ഒരു പെട്രോളിയം കൊണ്ടുപോകുന്ന ആ ഒരു ഈ കപ്പൽ മലാക്ക കടലിടുക്കിൽ എത്തുന്ന സമയത്താണ് നമുക്ക് ഉപരോധം വരുന്നത്. അപ്പോൾ നടുക്കടലിൽ വെച്ച ഒരു ഉപരോധം, ഇത് എങ്ങോട്ട് ഈ ഷിപ്പ് കൊണ്ടുപോകണം, ഈ നിറച്ചു വെച്ചിട്ടുള്ള ഇന്ധനമെല്ലാം എവിടെ ഇറക്കണം എന്നുള്ള വലിയൊരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഈ ചൈന പറയുന്നത്, മറ്റാർക്കും വേണമെങ്കിൽ വേണ്ടടേ, നീ ഞങ്ങൾക്ക് തന്നേക്ക് എന്ന് പറയുകയും അവിടെ വെച്ച് തന്നെ പെട്ടെന്ന് തന്നെ ഇതൊരു സാങ്ഷൻ ആവുകയും ചെയ്തു. അതിൻ്റെ ബേസിലാണ് ഈ ഒരു കപ്പൽ ചൈനീസ് തീരത്തേക്ക് പോകുന്നത്. ചൈന നമ്മുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന എണ്ണ വാങ്ങുകയാണെങ്കിൽ അത് നമുക്ക് ഗുണകരമാണ്. ചൈന ഊർജ്ജ ഉപഭോഗം കൂടുതലുള്ള ഒരു രാജ്യമാണ്. ചൈന പക്ഷേ ഇതുപോലെ വരുത്തിക്കുന്നതാണ്, അവരും ഇതുപോലെ വരുത്തിക്കുന്നത്. നമ്മൾ എണ്ണ വ്യാപാരിയാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു വഴി അടഞ്ഞപ്പോൾ വേറൊരു വഴി, അതിലും ഗംഭീരമായ ഒരു വഴി ഇവിടെ തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 4,96,000 ബാരൽ അൾട്രാലോ സൾഫർ ഡീസലാണ് ഈ കപ്പലിൽ ഉള്ളത്. ഈ കപ്പലാണ് ചൈനയിലേക്ക് ജൂലൈ 18 ചൈനയിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഈ റഷ്യയിൽ നിന്ന് ചൈനയിലേക്ക് പൈപ്പ് ലൈൻ വഴി പെട്രോളിയം ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ നമ്മൾ റിഫൈൻ ചെയ്താണ് അത് കൊടുക്കുന്നത്.
റിഫൈൻ ചെയ്ത് കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ കൂടുതൽ വാങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇനി വരുന്ന ഒരു ഡീല് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇനി നിങ്ങൾ മറ്റാരെയും നോക്കി നിൽക്കണ്ട, നിങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ വാങ്ങാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു ചൈനയായിരിക്കും ഇനി വരുന്ന നാളുകൾ മിക്കവാറും നമ്മൾ കാണാനുള്ള സാധ്യത. അപ്പം നമുക്കാണെങ്കിൽ അത് ഗുണം ചെയ്യും എന്നുള്ളത് ഉറപ്പുമാണ്. നമുക്കറിയാം യൂറോപ്പിലേക്കൊക്കെ നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. എന്നിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ നമുക്ക് നേരെ ഈ ഒരു ഉപരോധം ഏർപ്പെടുത്തുന്നതിന് ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവർക്ക് തന്നെ അറിയാം ഇത് പൂർണ്ണമായും നടപടിയാവുന്ന ലക്ഷണമില്ല. കാരണം അത് അവരിൽ പലരും നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാവരും ഉൾപ്പെടെ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ട്രംപ് പറയുമ്പോൾ ട്രംപിൻ്റെ താളത്തിനൊത്ത് തുള്ളുന്ന ചില രാജ്യങ്ങളും താളത്തിന് നിൽക്കാൻ കഴിയാത്ത ചില രാജ്യങ്ങളും അവിടെ ഒരു ഭിന്നിപ്പ് അവിടെ വരുന്നുണ്ട്. ഇതിനെ മറികടന്നുകൊണ്ട് വേണം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു കാർഗോ ഷിപ്പ് 2023 ശേഷം ആദ്യമായിട്ടാണ് ഒരു ഡീസൽ കാർഗോ ഷിപ്പ് ചൈനയിലേക്ക് പോകുന്നത്. 2023 വരെ പോയി. അതിനുശേഷം പല വിഷയങ്ങളും നമ്മളും ചൈനയും തമ്മിൽ ഉണ്ടാകുന്നുണ്ട്. അതിലൊന്നും ഒരു ധാരണയിലെത്താതെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ആ ഒരു മഞ്ഞുരുകൽ, അതായത് ആ മഞ്ഞുരുകലിന് പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു സാഹചര്യമല്ലേ. കാരണം ഇതുവരെയും ഇല്ലാത്ത ഒരു സ്പീഡ് ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പല വിഷയങ്ങളും തീർക്കുന്നതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നടുക്കടലിൽ നമ്മുടെ ഒരു കാർഗോ ഷിപ്പ് കിടക്കുമ്പോൾ അത് ഞങ്ങൾ വാങ്ങിക്കോളാം, നിങ്ങൾ ശുദ്ധീകരിക്കുക പോലും വേണ്ട, നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോരുക, അവിടെ ഉപരോധമൊന്നും വിലപ്പോകുന്നില്ല എന്നുള്ളത് ഇത് ശരിക്കും അമേരിക്കയ്ക്കുള്ള ആശങ്കയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പക്ഷേ അമേരിക്ക ഇതിനെ എങ്ങനെ മറികടക്കാൻ ശ്രമിക്കും എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. കൂടുതൽ ഉപരോധങ്ങളും താരിഫും ഒക്കെ ചുമത്തി തരാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഇതുവരെ കുലുങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതുവരെ പല കാര്യങ്ങളിലും താരിഫ് അടിച്ചു തന്നിട്ട് നമ്മൾ അതിലൊന്നും കുലുങ്ങിയിട്ടില്ല. നമ്മൾ മറുവഴി തേടുകയാണ് ചെയ്തിട്ടുള്ളത്. ആ മറുവഴി തേടുന്നത് തന്നെയാണ് അമേരിക്കയുടെ ഒരു ഭീഷണി എന്ന് പറയുന്നത്. കാരണം ചൈനയൊക്കെ പ്രതികരിക്കുന്നതിനേക്കാൾ മുമ്പ് പ്രതികരിച്ചത് എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയാണ്. അപ്പോൾ മുന്നിൽ നിൽക്കാൻ ഒരാൾ എന്നുള്ളത് അവരെ സംബന്ധിച്ച് റഷ്യയെ സംബന്ധിച്ചുമൊക്കെ ഉണ്ട്. അപ്പോൾ റഷ്യയ്ക്കും ഇതൊരു ഗുണകരമല്ല. ഇപ്പോൾ റഷ്യയുടെ ഓയിൽ നമ്മൾ വാങ്ങി ശുദ്ധീകരിച്ചാലും ചൈന എടുക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് അവർ വാങ്ങുന്നുണ്ട്. ഇതെല്ലാം ഈ 3 രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ബോണ്ട് വളരെ ശക്തിപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ താരിഫ് ഭീഷണിയിൽ ഇന്ത്യയെയും ചൈനയെയും തമ്മിൽ അടുപ്പിക്കാനുള്ള വഴിയൊന്നും തെളിയുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മറുവഴി, അതായത് അമേരിക്ക ഇപ്പോൾ ആശങ്കപ്പെടുന്നത് ഇതുവരെ എന്ത് സംഭവിക്കരുത് എന്നുള്ളത് അവർ തീരുമാനിച്ച് വെച്ചിരുന്നു. അത് ഈ ഒരു വേട്ടാവളയം വന്നതോടുകൂടി നടപ്പാകുന്നു എന്നുള്ള ഒരു കാര്യം അവിടെയുണ്ട്. ഇതിനെതിരെ വലിയ പ്രതിഷേധം അമേരിക്കയിൽ തന്നെ ഉയരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ട്രംപിന് ഇതിനെ മറികടക്കുക എന്നുള്ളത് ഈ പറയുന്ന ഇന്നിപ്പോൾ അലാസ്കയിൽ വെച്ച് മീറ്റിംഗ് ഒക്കെയാണ്. പക്ഷേ ഒരു യുദ്ധം ഇല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്, ഇല്ല എന്നല്ല. പക്ഷേ ട്രംപിനെതിരെ അതിനേക്കാൾ വലിയ ഭീഷണികൾ സ്വന്തം രാജ്യത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ട്രംപ് ഇതിനെയും കൂടി മറികടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ട്രംപ് ഒരുപക്ഷെ താഴെ പോയാലും നമുക്ക് അതിൽ അതിശയോക്തിയൊന്നും കാണേണ്ടതുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.